അപ്പോൾ നമ്മളിവിടെ കൂടിയിരിക്കുന്നത് എന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാലോ അല്ലേ? ഫസ്റ്റ് ടൈം ഇൻ കേരള, അതുപോലെ തന്നെ ഗവൺമെന്റ് അപ്രൂവോടുകൂടി സ്റ്റാർട്ടപ്പ് മിഷന്റെ അപ്രൂവലോട് കൂടിയുള്ളൊരു സിസ്റ്റമാണ്. ഇപ്പൊ നിങ്ങൾ ഇരിക്കുന്നത് സ്റ്റാർട്ടപ്പ് മിഷന്റെ ഹാളിലാണ്, ഗവൺമെന്റിന്റെ സ്റ്റാർട്ടപ്പ് മിഷന്റെ ഹാളിൽ. അപ്പൊ സ്റ്റാർട്ടപ്പ് മിഷന്റെ സപ്പോർട്ടോടുകൂടി അല്ലെങ്കിൽ അവരുടെ റെക്കഗ്നൈസേഷനോട് കൂടിയുള്ളൊരു സിസ്റ്റമാണിത്. തുടങ്ങുന്നത് നിങ്ങളെപ്പോലെ ഒരാൾ തന്നെയാണ്, നിങ്ങളുടെ പോലെ തന്നെ പെയിനും എല്ലാം അറിയാവുന്ന ഒരു വ്യക്തിയാണ് തുടങ്ങുന്നത്. ഒരു വ്യക്തി എന്ന് വെച്ചാൽ അവർ പാർട്ട്നേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അതിന്റെ ആ ഒരു സിസ്റ്റത്തിന്റെ ഫൗണ്ടർ എന്ന് പറയാനായിട്ട് ആ ഒരു വ്യക്തിയാണ്. ആള് പറയുമ്പോൾ ഇത്രയും ബെറ്റർ ആയിക്കില്ലേ? ആളെ എന്തുകൊണ്ട് തുടങ്ങി, എങ്ങനെ തുടങ്ങി എന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് അല്ലേ? ബെറ്റർ ആയിക്കില്ലേ? ഞാൻ പറഞ്ഞൊക്കെ നല്ലത് ആള് പറഞ്ഞതാണല്ലോ. അപ്പൊ ഞാൻ ആളെ ക്ഷണിക്കുകയാണ്, സൽമാൻ സാറിനെ ക്ഷണിക്കുകയാണ്. ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ വേണം, അത് നല്ല പ്രൈസിന്. അപ്പോൾ ഈ ആളുകൾക്ക് ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ കൊടുക്കും വേണം, നല്ല വില കുറവിൽ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ഒരു സ്വപ്നത്തിൻ്റെ ഒരു ഭാഗമായില്ല ഞാൻ. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്തു, ഹോൾസെയിൽ രംഗത്തേക്ക് ഇറങ്ങി. എന്നിട്ടൊരു സ്വന്തമായിട്ടൊരു ബ്രാൻഡ് ബിൽഡ് ചെയ്ത് ആ ബ്രാൻഡ് ഞാൻ എന്ത് ചെയ്തു മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ എൻ്റെ കൂടെ ഒരു ടീം ഉണ്ടായിരുന്നു. പണ്ട് കണ്ട സ്വപ്നം വീടെടുക്കുന്ന ഒരു വ്യക്തിക്ക് ഉണ്ടാവുന്ന ഒരു ഉപകാരം എന്താണ്, അതും നടക്കും. ഈ മേഖല സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി ഇതിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന നിങ്ങളെപ്പോലത്തെ ടീമിനും ഉപകാരമുള്ളൊരു പ്രൊജക്റ്റാണ് ഇപ്പോൾ അമീൻ സാർ നിങ്ങളെ മുന്നിൽ പറയാൻ പോകുന്നത്. ഇക്യു ബിൽഡ്വെയർ ഇക്കോ സിസ്റ്റത്തിന്റെ മിഷൻ, അതായത് 2008 സ്റ്റാർട്ട് ചെയ്ത് അതിന്റെ മിഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ്. ഒരു ജോബ് അല്ലെങ്കിൽ ഒരു വർക്ക് ചെയ്യുന്ന ഒരാളെ ബിസിനസ് ഓൺടർപ്രണർ ആക്കി മാറ്റുക, ആ ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്പ് ആവുക, അവർക്ക് എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പ്രശ്നങ്ങളെ തരണം ചെയ്യാൻ, ദൈനംദിന പ്രശ്നങ്ങൾ, അതേപോലെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് വരുമ്പോൾ അതൊക്കെ തരണം ചെയ്യാൻ പാകത്തിന് സ്വന്തമായിട്ട് പ്രിപ്പയർഡ് ആവുക, ബിസിനസ് ഓൺടർപ്രണറായിട്ട് മാറുക. സ്റ്റാർട്ടപ്പ് മിഷൻ രജിസ്റ്റർ ചെയ്ത ഒരു സിസ്റ്റമാണ്. അതേപോലെ തന്നെ 16 വർഷമായിട്ടുള്ള ഒരു ഒരു ഫേമാണ്. സിസ്റ്റം ഇപ്പോൾ നമ്മൾ ലോഞ്ച് ചെയ്യാണ്, പക്ഷേ ഈ ഫേം 16 വർഷമായിട്ടുള്ളതാണ്. എല്ലാ മേജർ ബ്രാൻഡുമായിട്ട് എന്തുണ്ട് പാർട്ണർഷിപ്പ് ഉള്ളതാണ്. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളെ ഒരു പാർട്ണറായിട്ടാണ് വിക്യു കണ്ടിരിക്കുന്നത്. നിങ്ങളെ ഒരു വർക്കറല്ല, നിങ്ങളൊരു പാർട്ണറായിട്ടാണ് കാണുന്നത്. കമ്പനി വരുന്നു, അല്ലെങ്കിൽ ഈ സിസ്റ്റം വിക്യു സിസ്റ്റം വരുന്നു, അതിന് തൊട്ട് താഴെ നിങ്ങൾ വരുന്നു, അതിന് താഴെ നിങ്ങൾക്ക് ടീം വരുന്നു, അതിന് താഴെ കസ്റ്റമേഴ്സ്. നിങ്ങൾക്ക് തരുന്ന ഓപ്പർച്യൂണിറ്റി, അതായത് നിങ്ങളെ വിക്യു പ്രോ പാർട്ണറായിട്ട് മാറ്റുകയാണ്. നിങ്ങളുടെ ഷോപ്പ് ഓരോരുത്തരുടെയും ഷോപ്പ്, ഓരോരുത്തർക്കും ഓരോ ഐഡിയ കിട്ടുമ്പോൾ ഓരോരുത്തരും എന്ത് ചെയ്യാണ്, അവരവരുടെ ഷോപ്പ് തുറക്കുകയാണ്. എങ്ങനെ? 0 ഇൻവെസ്റ്റ്മെന്റ് ആണ്. അതുപോലെ തന്നെ ടീമിനെ ബിൽഡ് ചെയ്യാൻ, കാരണം നിങ്ങളുടെ അണ്ടറിൽ വരുന്ന ടീം അവർക്കും എന്തുണ്ട് ഇതേപോലെ തന്നെ ഓണ്ടർപ്രണർ ലെവലിൽ കിട്ടും, ആ ഒരു പെർസെന്റേജ് അവർക്ക് കിട്ടും. ഇനി നിങ്ങളുടെ അണ്ടറിൽ വരുന്ന ആളുകൾക്കും എന്തുണ്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുകയാണ്. അപ്പൊ ആ ടീമിനെ കൊണ്ട് നിങ്ങൾ പ്രോപ്പറായിട്ട് ഇത് ചെയ്യിക്കുകയാണെങ്കിൽ, ഫോളോ അപ്പ് ചെയ്യുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇൻകം കൂടുകയാണ്. കസ്റ്റമർക്ക് മറ്റുള്ള ഷോപ്പുകളിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും റേറ്റിൽ കുറച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റാതെയാവും, നിങ്ങൾക്കൊരു വാല്യൂ കിട്ടും, ആള് നിങ്ങളെ റെക്കമെൻഡ് ചെയ്യും. നമ്മളിൽ ഓരോരുത്തരെയും അവർ വിശ്വസിക്കണം, നമ്മൾ വിശ്വസിക്കേണ്ട, അതേപോലെ തന്നെ നമ്മളെ കസ്റ്റമറും വിശ്വസിക്കണം. അപ്പൊ അതിനാണ് നമുക്ക് ഇത്ര റേറ്റ് കുറച്ച് കൊടുക്കുമ്പോൾ ആൾക്ക് അപ്പൊ തന്നെ ഫീൽ ചെയ്യുക. ഇപ്പൊ നിങ്ങളെല്ലാവരും ഒരു കൊട്ടേഷൻ കൊടുക്കും സാധാരണ അല്ലേ? ആ കൊട്ടേഷൻ റേറ്റ് കിട്ടാൻ വേണ്ടി ചില കസ്റ്റമർ എന്ത് ചെയ്യും, വില അന്വേഷിക്കാതെ നിങ്ങൾ പറയുന്ന കടയിൽ പോയിട്ട് ബില്ല് കൊടുക്കും. സാധനം എടുത്ത് വെച്ചോ, വൈകിട്ട് ഞാൻ വരാമെന്ന് പറഞ്ഞിട്ടായിരിക്കും ആ കസ്റ്റമർ പോലെ. ആ കസ്റ്റമർ സത്യത്തിൽ നിങ്ങൾ പറയുന്ന ഷോപ്പിൽ പോകുന്നത് നിങ്ങളെ വിശ്വസിച്ചിട്ടാണ്, ആ ഷോപ്പ് വിശ്വസിച്ചിട്ടാണോ? നിങ്ങളെ വിശ്വസിച്ചിട്ട്, അല്ലെങ്കിൽ ആ ഷോപ്പ് വിശ്വസിച്ചിട്ട്, ഏതെങ്കിലും ഒന്നായിരിക്കും. എന്തായാലും വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടാണ് ബില്ല് കൊടുത്തിട്ട് സാധനം എടുത്ത് വെച്ചോ ഞാൻ വരാമെന്ന് പറഞ്ഞ് പോകുന്നത്. ചില ആളുകൾ എന്ത് ചെയ്യും, ആ ബില്ല് വാങ്ങിയിട്ട് വീട്ടിൽ പോയിട്ട് എന്ത് ചെയ്യും, കുട്ടികളെ കൊണ്ട് അത് നോക്കിയിട്ട് വേറെ പേപ്പറിൽ എഴുതിപ്പിക്കും. അത് ഇവിടുത്തെ ആളുകൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. അത് വേറെ പേപ്പറിൽ എഴുതിപ്പിച്ചിട്ട് എന്ത് ചെയ്യും, അതൊരു 10 കോപ്പി എടുക്കും. അതെന്തിനാണ് അപ്പം മോളെ കൊണ്ട് അല്ലെങ്കിൽ മോനെ കൊണ്ട് എഴുതിപ്പിച്ചിട്ട് കോപ്പി എടുക്കണത്? ഇത് ഇന്ന പ്ലംബറെ ബില്ലാണെന്ന് അറിയാതിരിക്കാൻ. അപ്പോൾ അയാൾക്ക് എന്തില്ല, പ്ലംബറിനെ വിശ്വാസമില്ല, കടക്കാരനെ വിശ്വാസമില്ല. എന്നിട്ട് ഇയാൾ എന്ത് ചെയ്യും, ഇതൊരു 10 കോപ്പി എടുത്തിട്ട് 10 കടയിൽ കൊടുക്കും. ഈ രണ്ടാമത് ചെയ്ത ആൾക്ക് വരുന്ന റേറ്റും ഫസ്റ്റ് വരുന്ന ആൾക്ക് വരുന്ന റേറ്റും ഒരുപോലെ ആവോ? ആർക്കാണ് കുറവുണ്ടാവല്? സത്യം പറയാണ്ടെങ്കിൽ ആദ്യത്തെ ആൾക്കല്ലേ വില കുറയേണ്ടത്, അയാളല്ലേ നമ്മളെ വിശ്വസിക്കുന്നത്, കടക്കാരെയും
പ്ലംബറെ വിശ്വസിച്ചവനെ പറ്റിക്കുക, വിശ്വസിക്കാത്തവനെ സഹായിക്കുക. അപ്പോൾ ഇതിലൊരു നീതികേടുണ്ട്, ഇതിലൊരു വഞ്ചനയുണ്ട്. ആ വഞ്ചനൻ്റെ ഭാഗമാവാൻ ഞാൻ തയ്യാറല്ല. എല്ലാ പ്രൊഡക്റ്റിൻ്റെയും പ്രൈസ് നിങ്ങൾക്ക് നമ്മളെ ആപ്പിൽ എന്ത് ചെയ്യാൻ പറ്റും? ഒരു പ്രൊഡക്റ്റ് തൊട്ട് കഴിഞ്ഞാൽ അത് കസ്റ്റമറിന് കൊടുക്കുന്ന റേറ്റും കാണും. അതിൽ നിങ്ങളുടെ സ്റ്റോറിൽ നിങ്ങൾക്കല്ലാതെ വേറൊരാൾക്കും കാണാൻ കഴിയില്ല നിങ്ങൾക്കത് എത്രക്കാണ് കിട്ടണമെന്നുള്ളത്. നിങ്ങൾക്ക് എന്താ ചെയ്യുക? കസ്റ്റമറുടെ ഫോണിൽ നിന്ന് ആപ്പ് ഡൗൺലോഡ് ചെയ്യിപ്പിച്ചിട്ട് നിങ്ങൾക്ക് വില കുറവിൽ സാധനം കിട്ടും. നിങ്ങൾ ഐ ഡി ഉപയോഗിച്ചാൽ അവർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഐ ഡി ഉപയോഗിക്കാൻ വേണ്ടി കസ്റ്റമറെ ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. 178 നമ്മൾ ഓഫ്ലൈനിൽ നമ്മളെ ഫ്രാഞ്ചൈസിയിൽ പോയിട്ടൊരു കസ്റ്റമർ, കാരണം നമ്മളെ കച്ചവടത്തിൽ എന്തില്ല, കൊട്ടേഷൻ ഇല്ലാത്ത കച്ചവടം രണ്ടായിട്ട് നമ്മൾ കാണുന്നില്ല. വില അന്വേഷിക്കാതെ ഒരാൾ വന്നാലും വില അന്വേഷിച്ച് വന്നാലും ഒരേ വിലയാണ്. അത് 178 4 ഇഞ്ച് പൈപ്പ്. ഇതാണ് കൊട്ടേഷൻ റേറ്റ് നമ്മളെ മാർക്കറ്റിലുള്ള. ഈ രണ്ടാമത്തെ ആൾ പോയി വില അന്വേഷിക്കണില്ലേ, അയാൾക്ക് കൊടുക്കുന്ന റേറ്റാണ് 178. ആ സാധനം നമ്മൾ ഓൺലൈൻ പ്രൈസ് വരൽ കസ്റ്റമർക്ക് ഓൺലൈനിൽ നിങ്ങൾ ആരെ ഐ ഡി ഉപയോഗിക്കാതെ ഒരു കസ്റ്റമർ നമ്മളെ ആപ്പ് നമ്മളെന്തായാലും ബ്രാൻഡിങ് ചെയ്യുമല്ലോ, പരസ്യം ചെയ്യുമല്ലോ. വിക്യുവിൻ്റെ ആപ്പ് ഉണ്ട്, അതിൽ കയറിയാൽ ഓഫ്ലൈനിൽ കിട്ടുന്നതിനേക്കാൾ വിലക്കുറവ് കിട്ടും എന്ന് പറയുന്നത് ഏതൊരു കസ്റ്റമർ എന്ത് ചെയ്യും? കയറി വാങ്ങും. അങ്ങനെ വാങ്ങുമ്പോൾ നിങ്ങൾ ഐ ഡി ഒന്നും ഉപയോഗിക്കാത്തൊരു കസ്റ്റമറിന് 174 സാധനം കിട്ടും. ഇനി നിങ്ങളെ ഐ ഡി ഉപയോഗിച്ചാൽ, ഇപ്പോൾ നിങ്ങളൊരു കസ്റ്റമർ പറയാണ് ഈ ബില്ലിട്ട് നിങ്ങൾ എല്ലായിടത്തും അന്വേഷിച്ചോ, ഇങ്ങനൊരു ആപ്പ് ഉണ്ട്, അതിൽ എൻ്റെ ഐ ഡി ഉപയോഗിച്ചാണ് നിങ്ങൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ 169 റുപ്യക്ക് സാധനം കിട്ടും. ഈ 169 അവർ സാധനം പർച്ചേസ് ചെയ്താൽ നിങ്ങൾ ഐ ഡി ഉപയോഗിച്ചതുകൊണ്ട് പേയ്മെൻറ്റ് ഉപയോഗിച്ച് സാധനം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ 5 സെക്കൻഡിനുള്ളിൽ നിങ്ങളെ അക്കൗണ്ടിൽ നിങ്ങളെ പൈസ നിങ്ങളുടെ അക്കൗണ്ടിൽ കയറും. നമ്മളെ കേരളത്തിൽ ഇപ്പോൾ 2030 ആകുമ്പോൾ ഏകദേശം നിങ്ങൾക്കറിയുമെന്ന് എനിക്കറിയില്ല, 10 ലക്ഷത്തിലേറെ സി ക്ലാസ് ലൈസൻസ് ഉള്ള പ്ലംബർമാരും ഇലക്ട്രീഷ്യന്മാരും ഉണ്ട്. അതുള്ളതാണ് നിങ്ങളാരും വിശ്വസിക്കേണ്ട. അതിൽ നിന്നൊരു 25,000 ആൾക്കാർ മതി നമുക്ക്. ഓരോ വർഷത്തിൽ ഈ മേഖലയിൽ 25,000 കോടിൻ്റെ ബിസിനസ് നടക്കുന്നുണ്ട്. പ്ലംബിങ്, സാനിറ്ററി വെയർ, ഇലക്ട്രിക്കൽ, പെയിൻറ്റിങ്, ഈ 4 സെക്ഷനിലും കൂടി 25,000 കോടിൻ്റെ കച്ചവടം നടക്കുന്നുണ്ട്. അതിൻ്റെ 1% നമ്മൾ ഈ ആപ്പ് മുഖേന നമ്മളെല്ലാവരും കൂടി ചെയ്ത് കഴിഞ്ഞാൽ, ഈ 25,000 ആൾക്കാർ മുഖേന അത് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും മെച്ചല്ലേ. സമൂഹത്തിൽ നമ്മളെ ആപ്പ് 2030 ആകുമ്പോഴത്തേക്ക് 10 ലക്ഷം കസ്റ്റമർ ആപ്പ് ഉപയോഗിക്കുന്ന രീതിയിൽ നമ്മളിതാക്കും. അതിലൊരു സംശയമില്ല. പക്ഷെ അതാക്കുമ്പോൾ ആ 10 ലക്ഷം കസ്റ്റമർ ഇത് ഉപയോഗിക്കുമ്പോൾ 25,000 സംരംഭകരായിട്ട് ലൈസൻസ് ഉള്ള വർക്കേഴ്സിനെ ഞങ്ങൾ മാറ്റും. ഈ 25,000 വർക്കേഴ്സ് ആരാവണം എന്നുള്ളത് ഓരോരുത്തരാണ് തീരുമാനിക്കേണ്ടത്. ആ 25,000 ആളുകൾക്ക് 1000 ടീം ലീഡർമാരുണ്ടാവും. ഒരു ടീം ലീഡറിൻ്റെ അണ്ടറിൽ 25 അവരെ നാട്ടിലുള്ള ആളുകളുണ്ടാവും. 100% പെർഫെക്റ്റ് ആണെന്ന് തോന്നിയാൽ മാത്രമേ ഈ ടീമിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ലീഡറായിട്ട് ഏറ്റെടുത്താൽ മതി. സ്റ്റാർട്ടപ്പ് മെഷീനിൽ ഇത്രയും പ്ലംബേഴ്സ് അസോസിയേഷനിൽ ഉൾപ്പെട്ട എല്ലാ ആളുകളും ഇവിടെ തന്നെ ഉണ്ട്. നമ്മളെല്ലാവരും ലൈസൻസ് ഉള്ള പ്ലംബർമാരും ഇലക്ട്രീഷ്യന്മാരുമാണ്. നമ്മുടെ ഈ പ്രസ്ഥാനത്തെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഒരുമിച്ച് നിന്നാൽ ഈ പ്രസ്ഥാനം നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയും വിജയിക്കുകയും ചെയ്യും. അത് നമ്മൾ ഇത്രയും നാളും ഇതുപോലെ വർക്ക് ചെയ്ത് മുന്നോട്ട് പോയി എങ്കിൽ തന്നെയും നമുക്കൊരു പ്രോഫിറ്റും ഇന്നുവരെ കിട്ടിയിട്ടില്ല. ഇപ്പോൾ നമുക്ക് ഹോൾസെയിൽ റേറ്റിൽ കടയിലേക്ക് പോകുന്ന അതേ സെറ്റപ്പിൽ നമുക്ക് സാധനം തരാമെന്ന് നമ്മുടെ കമ്പനി പറയുന്നു. അത് നമ്മൾ അംഗീകരിക്കുകയും അവരുടെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോവുകയും ചെയ്താൽ നമുക്ക് നല്ലൊരു വിജയത്തിലെത്താൻ സാധിക്കും. നമ്മൾ ഏതൊരു കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുമ്പോഴും അതല്ലെങ്കിൽ ആ ഒരു കടക്കാരൻ നമ്മൾ കാണുന്നത് ഒരു ബിസിനസ് മൈൻഡിലാണ്. അതേത് കച്ചവടം ആയിക്കോട്ടെ, ഏത് തരം കച്ചവടമായാലും അങ്ങനെ തന്നെ നമ്മൾ കാണുന്നത്. ഒരു പ്ലംബറായാലും ആ പ്ലംബറെ അല്ലെങ്കിൽ ആ ഇലക്ട്രീഷ്യനെ നമ്മൾ ഈ ബിസിനസ്സിൻ്റെ കൂടെ തന്നെ അവരെയും ഒരു സംരംഭകനായി മാറ്റുക എന്നുള്ളത് അതൊരു വലിയൊരു കാഴ്ചപ്പാട് തന്നെയാണ്. അതിന് ഏറ്റവും നല്ലൊരു ബിഗ് സല്യൂട്ട് ഞാൻ അദ്ദേഹത്തെ അർപ്പിക്കുകയാണ്. വളരെ നല്ല ഒരു പ്രോഗ്രാമിലാണ് പിന്നെ സംബന്ധിക്കാൻ എനിക്കും നിങ്ങൾക്കും ഭാഗ്യം ലഭിച്ചത്. നമ്മളെ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്ത എൻ്റെ ജ്യേഷ്ഠ സുഹൃത്ത് എന്ന് പറയാം. അദ്ദേഹം ജസ്റ്റ് ഒരു ട്രിപ്പ്, ഞാനൊരു ട്രിപ്പ് വൈബിലൊരാളാണ്. അപ്പോൾ ജസ്റ്റ് ഒരു ട്രിപ്പ് പോകാൻ നല്ല ആഗ്രഹത്തിലാണ് സത്യത്തിൽ വന്നത്.
പക്ഷെ ഇവിടെ വന്നപ്പോൾ ലൈഫിൽ നമുക്ക് എന്താ ജീവിതത്തിൽ നമ്മൾ ചില നേരത്തെ എടുക്കുന്ന ചില തീരുമാനം നമ്മളെ ജീവിതത്തിന്റെ റൂട്ട് തന്നെ മാറ്റിമറിക്കുന്നു പറയുന്നുണ്ട്. അതേ തുടർന്ന രൂപത്തിലുള്ള ഒരു മീറ്റിംഗ് ആണ് എനിക്കും അതുപോലെ തന്നെ ഈ വേദിയിൽ സംബന്ധിച്ചിട്ട് എല്ലാവർക്കും ഇന്നത്തെ ദിവസം എന്നുള്ളത്. സീറോ ഇൻവെസ്റ്റ്മെന്റ് ആണ് നമ്മുടെ ഒരു സംരംഭം തുടങ്ങണമെങ്കിൽ ഒരുപാട് നൂലാമാലകളുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലാവും കൂടി ആകുമ്പോൾ അങ്ങനെ ഒരുപാടുണ്ട്. അവിടെ ആ സ്ഥാനത്ത് ചെറിയ ഇൻവെസ്റ്റ്മെന്റില് ചെറിയ നമ്മളെ ആളെ ചേർത്ത് പിന്നെ ലീഡർ മുതലാളിയായ അവസാനം പിന്നുള്ള ഒരു പരിപാടിയല്ല. എല്ലാവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാവർക്കും ഒരേ രൂപത്തിൽ വിജയിക്കാൻ പറ്റുന്ന ഒരു അവസരമാണ്. ബാക്കിയൊക്കെ അവനവന്റെ ഹാർഡ് വർക്ക് അനുസരിച്ചാണ്. ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരു മാറ്റമാണ് ഓൺലൈൻ ബിസിനസ് ലെവലിൽ വെർച്വൽ പ്ലാറ്റ്ഫോം. അത് ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ ഇന്ന് ലോകത്ത് പല കമ്പനിയും പല വ്യക്തികളും എല്ലാവരും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് ഇതുപോലുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ വരുവാനും ഇവിടെ നിന്ന് അങ്ങോട്ട് ബിസിനസ് സാധാരണ നമ്മൾ പഴയ കാലത്ത് ചെയ്തിരുന്ന ബിസിനസ് എന്നുള്ളത് മാറ്റി ഓൺലൈനിലേക്ക് എല്ലാ ആളുകളും വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇത് നമ്മൾ കൂടെ വന്ന ആളുകൾക്കും സാധാരണ ഉള്ള ആളുകൾക്കും വിജയിക്കാൻ പറ്റുന്ന ഒരു അവസരമാണ്. ഇതുപോലുള്ള അവസരങ്ങൾ ഇനിയും ഉണ്ടാവട്ടെ. ഈ അവസരത്തിൽ കൂടി എല്ലാവർക്കും വിജയിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.